നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 478 478. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡിൽ 222 സർഗം, അതിൻ്റെ അവസാനത്തെ ശ്ലോകം 41, ശ്ലോകം നമ്പർ 41. ഈ വണ്ണം ആ മാന്യഭൂപതി മാന്യനൃപതി, ഈ വണ്ണം ആ നൃപതി ഭൂതലം അംശുപാനിൽ ഏൽപ്പിച്ച് അഹങ്കൃതി മമത്വം ആകെ അറ്റോൻ. ഈ രണ്ട് കുഴപ്പക്കാരവർ ആരെ? അഹങ്കൃതി, അഹങ്കാരവും പിന്നെ മമത്വം. ഈ മമത്വം ഒഴിവാക്കാതെ എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ചിലവ് തീർക്കും അവരവരുടെ കുടുംബത്തിൻ്റെ കാര്യം ആരാ പിന്നെ നോക്കുക? ഈശ്വരൻ നോക്കും. ഈശ്വരനോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഇന്ന പോരായ്മയുണ്ട്. ഭഗവാൻ ഭൂതഭാവേശാന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്ത വിഭോ ഹിതം മേ കർത്തുമർഹസി എന്നൊരു പ്രമാണം പറയും. അതിനാണ് ആദർശ പ്രാർത്ഥന എന്ന് പറയാം. അനാദികാലം മുതൽക്ക് ഞാൻ ആരൊക്കെയായി ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എൻ്റെ എന്താണെന്നാ പറയുക, ആത്മമിത്രമായിട്ടുള്ളത് ഈ ബ്രഹ്മമാണ്. ഞാൻ ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളത് പിന്നെ പ്രശ്നമല്ല. ബ്രഹ്മം ഇല്ലാതെ കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല, പ്രകടമാവാൻ പറ്റില്ല. അപ്പോൾ ആ ബ്രഹ്മത്തിനറിയാം എനിക്ക് എന്താണ് ആവശ്യം എന്ന്. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയാൽ ആനന്ദമുണ്ടാവും അത് തന്നാലും എന്നാണ് ഈ ആദർശ പ്രാർത്ഥനയുടെ ഇത്. അതിപ്പോൾ വിശ്വമുക്ക ആൾക്കാർക്കും അറിയില്ല. കാരണം എന്താ? അറിഞ്ഞാൽ ഈ വേഷം കെട്ടാൻ പറ്റില്ല. ഏത് ഈ പ്രൊഫഷണലിസം നിൽക്കില്ല. പിന്നെ എല്ലാം ഈ മമത എന്നുള്ളതിൻ്റെ അർത്ഥം പറയില്ല. മമത പാടില്ല കേട്ടോ. എന്നാൽ പിന്നെ നോട്ടീസിൽ യാതൊരു പൂജയും കാര്യങ്ങളും വരില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ കാരണം ഈ സമയം, ടൈം ഈസ് മണി, മണി ഈസ് ടൈം അല്ലേ? കാശ് ഒന്നും വിലയുണ്ടല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞതിന് താല്പര്യം അഹങ്കൃതിയും മമത്വവും ആകെ അറ്റം ഒരു തലനാര അടിക്കുണ്ടാവാൻ പാടില്ല എന്നാ പ്രമാണം. ആചാര്യൻ അറുവൻ അരുളീടിന പുണ്യമാർഗം തെറ്റാതണഞ്ഞു ഭഗവത് ശരണാരവിന്ദം. ഇനി നമ്മൾക്ക് 223 സർഗം തുടങ്ങണം. ഭഗീരഥ സൗദാസ ഗഡ്വാംഗ ചരിതം. 3 ആൾക്കാരെ പറ്റി. ഭഗീരഥനാണ് ഈ ആകാശഗംഗേനെ ഭൂമിയിലേക്ക് എത്തിച്ചത്. പിന്നെ സൗദാസൻ, പിന്നെ ഗഡ്വാംഗൻ. നോക്കുക 1-ാം ശ്ലോകം. അംശുമാൻ ഗംഗയെ കൊണ്ടുപോന്നിടാൻ മരണം വരെ തപസ്സു ചെയ്തും സാധിച്ചില്ല, എന്നാലും അതിഭാഗ്യവാൻ. എന്നെ കൊണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ കർമ്മം ചെയ്യാതെ ഇരിക്കരുത്. ഞാൻ എങ്ങനെ ഭാഗവതാചാര്യനായി എനിക്കറിയില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നെ ഭാഗവതാചാര്യനാക്കണമെന്ന്. പക്ഷേ 95 ഞാൻ ചെറുശ്ശേരിൽ ആർ കരുണാകരൻ പിള്ള എന്നുള്ളൊരു മഹാനുഭാവനെ കണ്ടുമുട്ടി. കർക്കിടക മാസം 2-ാം തീയതി. അതൊരു വഴിത്തിരിവായിട്ട് മാറി. അതെ, അങ്ങനെ ഒരു 11 മാസത്തെ ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം നാട്ടിൽ പോയി. പ്രായാധിക്യം ആണ് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ ഞാൻ തട്ടിമുട്ടി എന്താണെന്നാ പറയുക, ഈ ഹരിഓം നഗർ അമ്പലത്തിൽ IIT പോവായി അയ്യപ്പ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവതം മൂലം മഹാത്മ്യം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ക്ഷേത്രം പിന്നെ അതായത് ബാലാല പ്രതിഷ്ഠയും പുതിയ ക്ഷേത്രമൊക്കെ വരുന്നത്. അപ്പോൾ ഈ മനേത്താറ്റുമന തിരുമേനി വാസുദേവൻ തിരുമേനിയുടെ അച്ഛൻ ചന്ദ്രശേഖര തിരുവടികൾ എന്ന് പറയും. അദ്ദേഹമാണ്
പ്രതിഷ്ഠാ ദിവസം 2001 ജനുവരി 24 പ്രതിഷ്ഠ കഴിഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ദീപാരാധന കഴിഞ്ഞാൽ താൻ തൻ്റെ പരിവാരങ്ങളോടുകൂടി മാഹാത്മ്യം വായിച്ച് സമർപ്പിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം മൂകസാക്ഷിയായിട്ട് എൻ്റെ പിന്നിൽ കസാലിട്ടിരുന്ന് കേട്ടു അത്. എന്നിട്ട് മൈക്ക് എടുത്ത് ഒരു അനുഗ്രഹ പ്രഭാഷണം എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, നന്നായി, ഞാനും ഭാഗ്യവാനാണ്, പക്ഷേ ഞാനൊരു അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോണു വിത്തൗട്ട് ദി പെർമിഷൻ ഓഫ് രാജഗോപാലൻ. പക്ഷേ ഈശ്വരനാണ് സാക്ഷി. ഈ വരുന്ന മണ്ഡലകാലത്ത് പട്ടാമ്പി ആചാര്യനായിട്ട് ഒരു ഭാഗവത സപ്താഹം നടത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു അദ്ദേഹം. അത് ഈശ്വരൻ്റെ അരുളപ്പാടായിട്ടാണ് ഞാനെടുത്തത്. അത് 2001, 2002, 2003 കോൺസിക്യൂട്ടീവിൽ 3 കൊല്ലം. അപ്പോൾ രണ്ടാമത്തെ സപ്താഹത്തിനാണ് ബോംബെ നാരായൺജി ഉദിത് ചൈതന്യമായിട്ട് വന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു അനുഭവ സമ്പത്തുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ, എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാതെണ്ടിരിക്കരുത്. ഈശ്വരനാണ് ഈ ഒരു പാവേനെ പോലെ നമ്മളെ നടത്തിക്കണത്. നമ്മുടെ ഇഷ്ടമുള്ള വഴിക്ക് നമുക്ക് നടക്കാൻ പറ്റില്ല. ഈശ്വരൻ വിധി, കൊതിയോ വിധിയാണ് നടക്കുള്ളൂ. അപ്പോൾ ആ വിധി മോഡുലേറ്റ് ആവണത് നമ്മുടെ കർമ്മഫലത്തു നിന്നാണ്. അപ്പോൾ ഭഗവാൻ തലനാരഴയ്ക്ക് വ്യത്യാസമില്ലാതെ കണ്ട് വിധിനെ എക്സിക്യൂട്ട് ചെയ്ത് തരും നമുക്ക്. അപ്പോൾ ഈ ജന്മത്തെ എനിക്ക് ഇന്നത് വേണമെന്ന് നമ്മൾ ഈശ്വരനോട് പറയരുത്. കാരണം എന്താ, വിധി ആണ് നടക്കാൻ പോണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ശരീരം പതിക്കുന്നതിൻ്റെ മുമ്പേ ധർമ്മ അധർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ധർമ്മത്തെ വിടാതെ കണ്ട് പിന്തുടരണം. നിഷ്കാമകർമ്മങ്ങൾ ചെയ്ത് ഈശ്വരീയ സമ്പത്ത് കൂട്ടിവയ്ക്കണം. അപ്പോഴാണ് ഒരു പോരായ്മ വരുമ്പോൾ അത് നമുക്ക് LUCK ലക്കായിട്ട് വരും. അല്ലാണ്ട് LUCK ലക്ക് എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. അതറിയാത്തവരാണ്, അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയാത്തവരാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒക്കെ നടത്തുന്നത്. എന്നാൽ ഈ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്തവർക്കൊക്കെ ഭാഗ്യം ഉണ്ടാവണുണ്ടോ? ഇല്ല. പക്ഷെ ആരും പേടിച്ചിട്ട് പറയില്ല. ചോറ് വിളമ്പി കയ്യും കെട്ടി നാരായണ ജപിച്ചതുകൊണ്ട് ചോറ് വായിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മളത് കുഴയ്ക്കണം, ഉരുട്ടണം, വായയിൽ കൊണ്ടുവരണം, വായയിൽ ഇടണം. വായയിൽ ഇട്ടതുകൊണ്ട് കാര്യമില്ല. ഉള്ളിലിരിക്കുന്ന ചൈതന്യം വിഴുങ്ങാനുള്ള ശക്തി തരണം നമുക്ക്. വിഴുങ്ങാൻ ശക്തി തന്നിട്ടില്ലെങ്കിൽ ആ വായയിൽ തന്നെ ഉണ്ടാവും അത്. അതാണ് ബ്രഹ്മം, ചൈതന്യം. ബ്രഹ്മത്തിനെ അനുസന്ധാനം ചെയ്യാതെ പറഞ്ഞാൽ അതാണ് സത്യം. ഇതറിയാതെ കണ്ട് ഭാഗ്യക്കുറി ടിക്കറ്റ് എടുത്തിട്ട് ഫോട്ടോൻ്റെ അടുത്ത് വെച്ചിട്ട് വിളക്ക് വെച്ചിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതാണ്, തപസ് ചെയ്തും സാധിച്ചില്ലെന്നാലും അതിഭാഗ്യവാൻ. തുടങ്ങി വെച്ചുവല്ലോ, തുടങ്ങി വെക്കലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ദിലീപനാം തന്മകനും അതുപോലെ നിരാശനായി. അപ്പോൾ ഈ അംശുമാൻ്റെ മകൻ ആണ് ദിലീപൻ. ആ ദിലീപൻ തപസ് ചെയ്തു. അച്ഛൻ തുടങ്ങി വെച്ച ഈ ഗംഗേനെ എങ്ങനെ കൊണ്ടുവന്നിട്ട് പൂർവീകരെ സന്തുഷ്ടിപ്പെടുത്തും. അപ്പോൾ ദിലീപനാം തന്മകനും അതുപോലെ നിരാശനായി. ആ ദിലീപൻ്റെ മകനാണ് ഭഗീരഥൻ. 1, 2, 3, അതായത് ഹെറിഡിറ്ററി. അപ്പം മകൻ ഭഗീരഥൻ തീവ്ര തപസ് മുഴുകിയിടവേ എന്തുണ്ടായി? പ്രത്യക്ഷമായുടൻ ദേവി തെളിഞ്ഞു വിലസിടവേ. ഒരു സ്ത്രീരൂപം ദൈവിക രൂപത്തിൽ വന്നു ഗംഗാദേവി. എന്നിട്ട് പറഞ്ഞു, തൊഴുതും കൊണ്ടുണർത്തിച്ചാൻ അഭിപ്രായം നൃപോത്തമൻ. രാജാവ് തൻ്റെ ഇംഗിതം പറഞ്ഞു, വീഴുകയൻ വേഗമാരേൽക്കും. അപ്പോൾ എനിക്ക് അങ്ങ് ഈ ഭൂമണ്ഡലത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ ഗംഗാദേവി ഈ ഭഗീരഥനോട് പറയാണ്,
വീഴ്കയൻ വേഗമാരേൽക്കും പാരിൽ കാൺമീലൊരാളെയും. ഞാൻ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴുമ്പോൾ എൻ്റെ ആ വീഴ്ചയുടെ ശക്തി ഭൂമിയുടെ സന്തുലനാവസ്ഥയെ ബാധിക്കും. അത് ബാധിക്കാതെ കണ്ട് എൻ്റെ വേഗതയെ, എൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കുന്നതായി. ആ മട്ട് അയാൾ ഊഴി വിണ്ടു പാതാളത്തെങ്കിലന്നു ഞാൻ. അങ്ങനെ ഒരാളെ താൻ കണ്ടുപിടിച്ചാൽ അന്നത്തെ ദിവസം തന്നെ ഞാൻ വരാമെന്നാണ്. എന്നല്ല എന്നിൽ നരന്മാർ വന്നേറ്റു പാപങ്ങളൊക്കെയും. മനുഷ്യന്മാർ, നരന്മാർ, നര സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ആൾക്കാരെ നടത്താം. എന്നല്ല എന്നിൽ നരന്മാർ വന്നേറ്റ് പോം പാപങ്ങളൊക്കെയും. ആരാണ് എന്നെ സ്പർശിക്കുന്നത്? ഗംഗയിൽ സ്നാനം ചെയ്യണത് ആരാ? ഗംഗേനെ സ്പർശിച്ച് ശിരസിൽ പ്രോഷിക്കണത് ആരാ? അവരുടെ പാപം തീരും. പക്ഷേ ഭാവന വേണം. ഭാവന ഇല്ലാത്തവൻ ഗംഗയിൽ മുക്കുവൻ മത്സ്യം പിടിക്കാൻ വേണ്ടി 100 പ്രാവശ്യം മുങ്ങുന്നുണ്ട്. അവന് ഇത് ബാധകമല്ല. കാരണം എന്താ? അവന് അറിവില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം? ഒരു നാട്ടിൽ ഭാഗവതം അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ഭാഗവതം നമ്മൾ പഠിക്കണം. പക്ഷെ അവിടെ യുഗമുണ്ടാവാൻ പാടില്ല. ഞാൻ എങ്ങനെ ഇപ്പോൾ അയാളാരാ? ആചാര്യൻ നായരോ? അപ്പം ആചാര്യന് നായരില്ലേ? ആചാര്യൻ എന്ന് പറഞ്ഞാൽ വ്യാസപീഠത്തിലിരിക്കണവൻ. അത് മനസ്സിലാക്കണം. വ്യാസർ തന്നെയാണ്, അല്ലെങ്കിൽ ശുഖബ്രഹ്മവർഷിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ജാതി മതമൊന്നും അതൊരു പ്രശ്നമല്ല. കാരണം ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള 4 ജാതിക്കാരുടെയും പ്രധാനമായിട്ടുള്ള കർമ്മം ഈശ്വരോപാസനയാണ്. അല്ലാണ്ട് മാമുണ്ണാനുള്ളത് ഉണ്ടാക്കി വെക്കലല്ല. ഈ മാമുണ്ണാനത് ദഹിക്കണമെന്നുണ്ടെങ്കിൽ ജഡരാഗ്നി പറഞ്ഞിട്ടൊന്നുണ്ട് വയറ്റിലേ, ജഡരാഗ്നി. ആ ജഡരാഗ്നി വർക്ക് ചെയ്യണത് നമ്മുടെ പാപപുണ്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പം 2 കാര്യം. ഒന്ന്, കഴിച്ചത് ദഹിക്കുക, കടന്ന ഉറക്കം വരിക. അപ്പോൾ ഈ ജഡരാഗ്നിയും ഈ ഉറക്കം വരലും ഈശ്വരീയതയാണ്. വേറെ പലതുണ്ട്, തുഷ്ടി, പുഷ്ടി, വിദ്യ, ഇതൊക്കെ പിന്നെ ഈശ്വരീയതയാണ്. അപ്പം ഇതൊന്നും അറിയാത്തവരുണ്ട്. അവർ നോക്കൂ, ഇതിപ്പോൾ എങ്ങനെയാണ് വിചാരിച്ചാൽ, ഒരു വസ്തുവിൻ്റെ മൂല്യം മനസ്സിലാക്കിയാലല്ലേ അതിന് താല്പര്യം ഉണ്ടാവുള്ളൂ. ഭാഗവതത്തിൻ്റെ മൂല്യം എന്താണെന്ന് അറിയാത്തവന് ഇതൊരു പുസ്തകം മാത്രമാണ്. ഭാഗവതത്തിൻ്റെ മൂല്യം അറിഞ്ഞ് അഭിമാനിക്കുന്ന എന്നെപ്പോലെ ചില ആൾക്കാർക്ക് ഇത് ഭഗവാന്റെ വാഗ്മയി രൂപമാണ്. ഇതാണ് ഇതിൻ്റെ മാനസികാവസ്ഥ. അതുകൊണ്ടാണ് പറഞ്ഞത്, വീഴ്കയൻ വേഗമാരേൽക്കും പാരിൽ കാൺമീലൊരാളെയും ആ മട്ട അയാൾ ഊഴിവിണ്ട് പാതാളത്തെങ്കിൽ അന്നു ഞാൻ. എന്നല്ല എന്നിൽ നരന്മാർ വന്നേറ്റു പാപങ്ങളൊക്കെ. അപ്പം ഗംഗാദേവി പറയണേ, ഞാൻ വീഴുമ്പോൾ ഒരാൾ ഈ സന്തുലനാവസ്ഥ നഷ്ടം വരാണ്ട് എൻ്റെ വേഗത്തിനെ, പ്രഷറിനെ മാനിച്ചിട്ടില്ലെങ്കിൽ ഭൂമി വിണ്ടുപോകുന്ന. അതാണ് പ്രശ്നം. എൻ്റെ വീട്ടിൻ്റെ മുകളിലല്ല വീണത്, എൻ്റെ പാടത്തുമല്ല. എവിടെയെങ്കിലും വീണോട്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല. അവിടെ വീണാൽ എൻ്റെ വീടും എൻ്റെ എസ്റ്റേറ്റും ഒക്കെ പോവും. കാരണം എന്താ? ഭൂമി വിള്ളും. അത്ര ശക്തിയാണ് അതിന്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവ എങ്ങനെ നീക്കും ഞാനതും ഓർക്കേണ്ട കാര്യമാം. അപ്പോൾ അതിനൊക്കെ ഒരു ഫോമഴി കാണണം. നൃപന്നോതിടിനാൻ ഞങ്ങളുടെ നാട്ടിൽ മഹർഷിമാർ വിശ്വഭാവനരുണ്ട്, ഉള്ളിൽ ഈശ്വരൻ വാഴ്വോർകളാം. അപ്പോൾ ഈ ഭഗീരഥൻ ആള് അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഋഷീശ്വരന്മാരുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ അവർ പരബ്രഹ്മമായിട്ട് മനസ്സിലാക്കി. നമ്മളെ പോലെ 3 നേരം ഉണ്ടും പിന്നെ ഉറങ്ങിയും വിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ആയാലേ ആവുള്ളൂ. അങ്ങനെയല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദി ജെൻഡർ, സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാണ്ട്, ജാതി മത വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്വന്തം സെൽഫ് ചൈതന്യം, തൻ്റെ ശരീരത്തിലുള്ള ചൈതന്യമാണ് ബ്രഹ്മം, ഈശ്വരൻ എന്ന് മനസ്സിലാക്കണം.
ഞാനും ഈശ്വരനും വേറെ അല്ല. അഹം ബ്രഹ്മാസ്മി തത്വമസി, ഇതാണ് പ്രമാണം. അപ്പോൾ പറഞ്ഞു, നൃപന്നോ നേടിനാൻ ഞങ്ങളുടെ നാട്ടിൽ മഹർഷിമാർ വിശ്വപാവനരുണ്ട്. വിശ്വത്തിൻ്റെ പരിപാവനതയെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. ഉള്ളിൽ ഈശ്വരൻ വാഴ്വോറുകളാം. ആദ്യം ഇത് മനസ്സിലാക്കണം, ഈ ഋഷീശ്വരന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പം അത് കേൾക്കാനൊരു സന്മനസ് നമുക്കുണ്ടായാൽ നമ്മളും അവരെ പോലെയാവും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വിശ്വം നിൽപ്പത് ഉടൻ ഗംഗ കനിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു, അവർ മുട്ടിയിടുകിൽ പോലും പാപം നീക്കും കനം ശിവൻ. അവർ മുട്ടിയിടുകിൽ പോലും പാപം നീക്കും കനം ശിവൻ. താങ്ങും വസ്ത്രത്തിനുടലും പാപം പോലെ അവങ്കലാം. അതായത് ഇപ്പം ഋഷീശ്വരന്മാർ പോരാ, ശിവനാവാം എന്നാ. ശിവനുള്ള ശക്തി ഉണ്ട്. അവർ മുട്ടിയിടുകിൽ പോലും പാപം നീങ്ങും കനം ശിവൻ. ശിവൻ താങ്ങും വസ്ത്രത്തിൽ നൂലും ഊടും പാവം പോലെ അവങ്കലാം. കാരണം തമോ ഗുണപ്രധാനിയാണ്, പക്ഷേ അദ്ദേഹത്തിന് വേറെ പല ഗുണങ്ങളുമുണ്ട്. ഊടും പാവും. ഒരു മുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വിലങ്ങനും തലങ്ങനും നൂലുണ്ടായാലേ അത് ഉറക്കുള്ളൂ. വിശ്വം നിൽപ്പത് ഉടൻ ഗംഗ കനിഞ്ഞാൽ നൃപനീശനെ. അപ്പോൾ പറഞ്ഞു, താനൊരു കാര്യം ചെയ്യുക, ശിവനെ ചട്ടം കെട്ടുക. വിശ്വം നിൽപ്പത് അപ്പോൾ പറഞ്ഞു, വസ്ത്രത്തിൽ നൂലും ഊടും പാവം പോലെ അവങ്കലാം വിശ്വം നിൽപ്പത് എന്ന് കൂട്ടി വായിക്കണം. അവിടെ ഒരു കോമയുണ്ട്, അവിടെ നിർത്താൻ പാടുള്ളൂ. പോലെ അവങ്കലാം വിശ്വം നിൽപ്പത് ഉടൻ ഗംഗ കനിഞ്ഞാൽ നൃപൻ ഈശനെ തപസ്സു ചെയ്ത് സന്തോഷിപ്പിച്ചു. ഉടനെ ഭഗീരഥൻ പരമശിവനെ ധ്യാനിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി. സർവഹിതങ്കരൻ, എല്ലാവരുടെയും ഹിതം നോക്കുന്നവണ്ണ വാക്കിന് സർവഹിതങ്കരൻ. സർവഹിതങ്കരൻ ജടയാൽ വിഷ്ണു തൃപ്പാദ തീർത്ഥമെന്ന മതിപ്പൊടും. ഈ ഗംഗ ആരാ? ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദപ്രക്ഷാളനം ചെയ്ത തീർത്ഥാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാമനാവതാര കാലത്ത് മഹാവിഷ്ണുവിൻ്റെ വാമന രൂപത്തിൽ ഒരടി അന്തരീക്ഷം, ഭൂമിയും അന്തരീക്ഷവും അളന്ന് വലുതകാലൻ്റെ പെരുവരിൽ സത്യലോകത്തെത്തിയെന്നാണ്. അപ്പോൾ തൻ്റെ കമണ്ടലുള്ള ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. അതാണ് ആകാശഗംഗ. അതാണ് ഇത്ര വലിയ ശക്തി. അപ്പോൾ ജടയാൽ വിഷ്ണു തൃപ്പാദ തീർത്ഥമെന്ന മതിപ്പൊടും, മതിപ്പുണ്ട്. വഹിച്ചാൻ. ശരി, ഞാൻ വഹിക്കാം, ഗംഗ വരട്ടെ. പുണ്യനദിയോ വഴി കാട്ടും ഭഗീരഥൻ. അപ്പോൾ എവിടെ വീഴേണ്ടത്, വീണാൽ ഭൂമിയുടെ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നൊക്കെ വഴി കാട്ടാൻ ഭഗീരഥൻ മുമ്പിൽ നടക്കണം, അല്ലെങ്കിൽ ഓടണം. ഗംഗയുടെ സ്പീഡ് അതാണല്ലോ. അപ്പോൾ പുണ്യനദിയോ വഴി കാട്ടും ഭഗീരഥൻ. വായുവേഗത്തിലോടിക്കും രഥത്തിൽ പിന്നിലൂടവേ. അപ്പോൾ ഈ ഭഗീരഥൻ്റെ തേര് വായുവേഗത്തിൽ പോകണതാ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആ വേഗത്തിൽ ഗംഗ ഒഴുകിയെത്തും. വളരെ രസമായിട്ടുള്ളൊരു എപ്പിസോഡിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇപ്പോൾ. വായുവേഗത്തിലോടിക്കും രഥത്തിൻ പിന്നിലൂടവേ എങ്ങെങ്ങും ശുദ്ധി ചേർത്തും കൊണ്ടൊഴുകി വിശ്വപാവനി. ഏതൊക്കെ ഭാഗത്തു കൂടിയാണ് ഗംഗ ഒഴുകണത് അവിടെ ഒക്കെ ശുദ്ധി ഉണ്ട്. അതാണ്. ഇനിയിപ്പോൾ ഗംഗ വിദൂരത്താണ് വിചാരിക്കാം, നമ്മളിപ്പോൾ കേരളത്തിലാണ്. പക്ഷേ ഒരു കപ്പ് വെള്ളം എടുത്ത് ഗംഗേ 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 എന്ന് ജപിച്ചാൽ ആ വെള്ളം ഗംഗയാവും, ഗംഗയിലത്തെ വെള്ളമാവും. ഇത് സത്യമാണ് ഞാൻ പറഞ്ഞത്. ഗംഗ ഗംഗ എന്നുള്ള നാമം ഉച്ചരിച്ചാൽ മതി, ഗംഗേനെ ഉപസ്പർശിച്ച് ഫലം കിട്ടുന്നതാണ്.
നാമത്തിൽ കൂടി നാമയുടെ ഗുണഗണങ്ങൾ നമ്മളെ പിന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള പ്രമാണം ശരിയാവണമെങ്കിൽ അല്ലേ, അസുഖത്തിന് മരുന്ന് കുടിച്ചാൽ അസുഖം മാറുന്നുണ്ടല്ലോ അല്ലേ, അതേപോലെ തന്നെ. അപ്പോൾ വായുവേഗത്തിലോടിക്കും രഥത്തിൽ പിന്നിലൂടവേ എങ്ങെങ്ങും ശുദ്ധി ചേർത്തും കൊണ്ടൊഴുകി വിശ്വപാവനി സകരാത്മജർ വെണ്ണീറായി തീർന്നേടം മുങ്ങുവോളവും. അതായത് സകരൻ്റെ മക്കള് 60,000 ആൾക്കാർ വെണ്ണീറായ സ്ഥലം വരെ ഗംഗ ഓടി. അതായത് ഇദ്ദേഹം വഴി കാണിച്ചത്. വിണ്ണണഞ്ഞൊരുടൻ വിപ്രാപരാധം നീങ്ങിയേവരും. അതായത് വിണ്ണണഞ്ഞാരുടൻ ആകാശം വിപ്രാപരാധം നീങ്ങിയേവരും സ്പർശത്താൽ മാത്രം ഈ വണ്ണം സ്വർഗമേകിയ ഗംഗയെ. സ്പർശം കൊണ്ട് മാത്രം അതായത് ഈ 60,000 ആൾക്കാർക്ക് മോക്ഷം കിട്ടിയെന്നാണ് പറഞ്ഞതേ, അല്ലെങ്കിൽ സ്വർഗം കിട്ടി, മോക്ഷം കിട്ടിയെന്ന് ഞാൻ പറയില്ല. വിണ്ണവർ ദേവലോകത്തേക്ക് എത്തിയെന്ന് പറയാം. വിണ്ണണഞ്ഞ അരുടൻ വിപ്രാപരാധം നീങ്ങിയവരും. അത് ആരുടെ വിപ്രാപരാധം? അത് പറയാണ്ട് പോകാൻ പറ്റില്ല. അവർക്ക് ആരുടെ ശാപം ഉള്ളത്? അവർ കപില മഹർഷീനെ നിന്ദിച്ചു. അതുകൊണ്ടാണല്ലോ കപില മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് വന്ന തീയാണല്ലോ അവരെ പൊള്ളിച്ച് ചാമ്പലാക്കിയത്. അതാണ് വിപ്രശാപം. വിണ്ണണഞ്ഞ അരുടൻ വിപ്ര അപരാധം, അവർക്ക് ആ മഹർഷിയോട് ചെയ്ത അപരാധം നീങ്ങിയേ വരും. ഞാനിതിപ്പോൾ ഒഴുക്കൻ പാട്ടിൽ പറഞ്ഞു പോയാൽ ഇത് ആര് പറഞ്ഞു തരും? നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ. അപ്പം ഈശ്വരൻ ഈ ഗ്രന്ഥം വളരെ സുസൂക്ഷ്മമായിട്ടാണ് വേദവ്യാസരെ കൊണ്ട് സൃഷ്ടി ചെയ്തിട്ടുള്ളത്. ആ വേദവ്യാസരെ നമ്മൾ ഊണിലും ഉറക്കത്തിലും നമസ്കരിക്കണം. കാരണം വേദവ്യാസ ഭഗവാൻ എന്നാണ്, ഭഗവാൻ വേദവ്യാസരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ സ്പർശത്താൽ മാത്രം ഈ വണ്ണം സ്വർഗമേകിയ ഗംഗയെ ഭക്തിപൂർവം ഭജിപ്പോൻ്റെ പുണ്യം എന്തുര ചെയ്തിടാം. എന്തപ്പം അതിനെപ്പറ്റി പറയാം? ഒന്നും പറയാനില്ല എന്നാണ് പറയുന്നതിൻ്റെ മേലെയാണത് എന്നർത്ഥം. ഏതോർത്ത് ഉള്ളം വിളങ്ങിച്ചു, ഏതിനെ ഓർത്ത് ഉള്ളം കുളിർപ്പിച്ചു അല്ലെങ്കിൽ ഉള്ളം വിളങ്ങിച്ചു. ഗംഗ എൻ്റെ സംരക്ഷണം ചെയ്യും എന്നൊരു ബോധം ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള പാപങ്ങളൊക്കെ പോയി. ഇതൊരു ഭാവനയാണ്, ഭവസാഗരം. നമ്മളിപ്പോൾ ശരിക്ക് കരയിലാണല്ലോ, പക്ഷെ നമ്മൾ ഭവസാഗരത്തിലാണ്. ഭാവനയിൽ നമ്മൾ വള്ളത്തിലാണ്. ആ ഭവസാഗരം താണ്ടാൻ ഭാഗവതമാകുന്ന കപ്പൽ വേണം. ഭാഗവതം കപ്പലാണ്. അത് പിന്നെ എന്താണെന്നാ പറയാ, തന്നെ ഓടും, ഇന്ധനം വേണ്ട. ഭഗവാന്റെ ഹിതമാകുന്ന കാറ്റ് എത്തിക്കും. എല്ലാവരും ഇല്ല. ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധർമ്മ അധർമ്മ കാര്യങ്ങൾ പരിഗണിച്ച് ധാർമ്മികമായ രീതിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ കപ്പലിൽ കയറാൻ പറ്റുള്ളൂ, ഭാഗവതമാകുന്ന കപ്പലിൽ കയറാൻ പറ്റുള്ളൂ. ഈ നീലക്കല്ല് വേണോ എന്ന് ചോദിക്കുന്നത് ഭഗവാന്റെ നിറം നീലമായതുകൊണ്ടാണ്. അല്ലാതെ വെറുതെ നീലക്കല്ലേ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഭഗവാന്റെ എന്താണെന്നാ പറയുക, വിഭൂതികൾ എന്താണെന്ന് അറിയണം. സ്വന്തമായിട്ട് നാരായണൻ ജപിക്കുക, എന്നാൽ അതിന് കൂടണ്ടേനി. അപ്പോൾ പറഞ്ഞു, ഏതോർത്ത് ഉള്ളം വിളങ്ങിച്ചു മുനുമാരതീ ദുസ്തരം. അതിദുസ്തരം, ഈ ഭവസാഗരം താണ്ടാൻ ദുസ്തരം, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭാഗവതമാകുന്ന കപ്പലിൽ കയറിക്കൂടിയാലോ രക്ഷപ്പെട്ടു. അപ്പോൾ ഏതോർത്തുള്ളം വിളങ്ങിച്ചു മുനുമാരതി ദുസ്തരം സംസാരസാഗരം താണ്ടി. സംസാരസാഗരം, ജീവിതം, ജനന മരണങ്ങൾക്കാണ് സംസാരസാഗരം എന്ന് പറഞ്ഞത്. സംസാരസാഗരം താണ്ടി മുക്തരായി വിലസിയിടുമോ.
പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കാം എന്നാ. അതാണ് മുക്തരായി വിലസിടുമോ. അത് ഈ ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ വന്നാൽ പിന്നെ അവിടെ വിവരമുള്ളവർ എന്താ പറയുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യില്ല. എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ആ രീതിയിലാവാം. മനസ്സിലായില്ലേ? അവിടെ നമുക്ക് നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.